ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുതലാളിമാർക്ക് തോന്നുംപടി പിരിച്ചുവിടാവുന്ന കൂട്ടമായി മാറുകയാണോ IT മേഖലയിലെ തൊഴിലാളി വർഗം? IT ജോലി നൽകിയ മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ ജീവിതം പടുത്തു ഉയർത്തിയവർ ഒരു ദിവസം കൊണ്ട് അരക്ഷിതരാകുന്ന അതീവ ഗുരുതര സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് സ്ഥാപനത്തിനായി പണിയെടുത്ത അനുഭവസമ്പന്നരെ ഒന്നുമല്ലാത്തവരാക്കി തീർക്കുന്ന കോർപ്പറേറ്റ് തന്ത്രങ്ങൾക്ക് രാജ്യം ഭരിക്കുന്നവരും ഒത്താശ ചെയ്യുകയാണ്. കോറോ ഹെൽത്ത് എന്ന അമേരിക്കൻ കമ്പനിക്ക് പിന്നാലെ ടാൽഡ്രോപ്പ് എന്ന സ്ഥാപനവും 300 ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ലേബർ കോഡ് മറയാക്കി തൊഴിലാളികളെ നിർബാധം പിരിച്ചുവിടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നോക്കുകുത്തിയാവുകയാണ്. പുതിയ ലേബർ കോഡിന്റെ തൊഴിലാളി വിരുദ്ധ മുഖം ഇപ്പോൾ തൊഴിലാളികൾക്ക് ബോധ്യപ്പെട്ടു വരുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയും തൊഴിലാളികളുടെ മരണമണി മുഴക്കുകയുമാണ് മോദി സർക്കാർ. ഇതിനെതിരെ ചെറുവിരലനക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് ആകുന്നതുമില്ല. അധ്വാന ശക്തി വിലയ്ക്ക് വാങ്ങി കിട്ടുന്നതിന്റെ ലാഭം മതിയാകാത്ത മുതലാളികൾ നിർമ്മിത ബുദ്ധി തൊഴിൽ കവർന്നെടുക്കുന്നു എന്ന പൊതുന്യായം നിരത്തിയാണ് പിരിച്ചുവിടലിനെ ന്യായീകരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കപ്പെടുകയാണ്. പിരിച്ചുവിടലിന്റെ പുതിയ കാലത്ത് പുതിയ സമരമുഖങ്ങൾ തുറക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഉയർന്നു വരികയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദീപക് പച്ച, സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ്, IT വിദഗ്ധനും നിരീക്ഷകനുമായ മിഥുൻ വിജയകുമാർ, ടാൽഡ്രോപ്പ് കമ്പനിയിലെ ജീവനക്കാരനും ഡെവലപ്പറുമായ അഭിനന്ദ് എന്നിവരാണ്. സ്വാഗതം എല്ലാവർക്കും. ജോർജ് ജോസഫ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു 3 പേർക്കും IT മേഖലയുമായി ബന്ധപ്പെട്ട നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ്. ഇതിൻ്റെ കൃത്യമായ ഒരു വശം, അതായത് ലേബർ കോഡ് വന്നതിന് ശേഷം എന്താണ് തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആദ്യത്തെ തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത് IT മേഖല തന്നെയാണ്. അത് അവർ അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം പുറത്തുണ്ട്, അവരറിയുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ? സിജു, ഈ നമ്മൾ ലേബർ കോഡിനെ കുറിച്ച് വർഷങ്ങളായി 2 വർഷത്തിലേറെയായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ദോഷകരമായ വശങ്ങളെക്കുറിച്ച് പല രീതിയിൽ ഇപ്പോൾ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമുകളിലടക്കം പല വേദികളിൽ നമ്മളിതിങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ തൊഴിലാളി പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ശക്തമായി ശ്രമിക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു ദുരന്തം നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്കതിൻ്റെ ഒരു വ്യാപ്തം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇപ്പോൾ സിജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്തോട് മുഖം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് ഇതിനകത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുന്നൊരു സ്ഥിതിവിശേഷമുള്ളത്. ഇവിടെ സിജു, ഞാൻ കാണുന്നൊരു പ്രത്യേകത, ഈ ലേബർ കോഡ് എന്ന് പേര് ലേബർ കോഡ് എന്നാണ് അതിൻ്റെ പേരെങ്കിലും ഈ ലേബർ കോഡിൽ വാസ്തവത്തിൽ ലേബറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളോ നിയമത്തിൻ്റെ പഴുതുകളോ ഒന്നുമില്ലാതെ ഇത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് കോഡ് എന്ന് ഇതിന് ഒരുപക്ഷെ പേര് മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. അത് കോർപ്പറേറ്റ് മൂലധന മുതലാളിത്ത ശക്തികൾക്ക് എല്ലാ രീതിയിലും തൊഴിൽ മാർക്കറ്റിനെ, തൊഴിൽ മേഖലയെ, അധ്വാന ശക്തിയെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു തുറന്ന ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് ഈ ലേബർ കോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ സിജുവിനോട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കോറോ ഹെൽത്തിൽ സംഭവിച്ചത് എന്താണ്? കോറോ ഹെൽത്തിൽ ജോലിക്ക് വരുന്ന ജീവനക്കാർ അവരവരുടെ ടേബിളിൽ ജോലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒന്നില്ലെങ്കിൽ ഒരു പൊതുവായൊരു മെയിൽ വരാം, അല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചൊരു അനൗൺസ്മെൻറ്റ് വരാം. ഇതൊക്കെയാണ് ഈ കോറോ ഹെൽത്തിൽ നടന്നത്. ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, അവിടുത്തെ മൈക്ക് സിസ്റ്റത്തെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, നാളെ മുതൽ ഈ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് വരേണ്ടതില്ല. ഇത് നമ്മളാരും ഇപ്പോൾ ഈ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ IT മേഖലയും മറ്റു വ്യവസായ മേഖലയും ഒക്കെ ആഗോളതലത്തിൽ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, ചാലഞ്ചസിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. ഇത്തരത്തിൽ നമ്മൾ വിമർശനം ഉയർത്തുമ്പോൾ ഉന്നയിക്കുന്ന പ്രധാന കാര്യം എന്ന് വെച്ചാൽ കമ്പനികൾ എന്ത് ചെയ്യും? കമ്പനികൾ എങ്ങനെ മുമ്പോട്ട് പോകും? അവർക്ക് നിലനിൽക്കണ്ടേ? അവർക്ക് എല്ലാവരും തീറ്റിപ്പോറ്റാൻ കഴിയുമോ? പക്ഷേ ഈ കോർപ്പറേറ്റ് മേഖല തികച്ചും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു. തങ്ങളുടെ ജീവനക്കാരോട്, മൃഗങ്ങൾക്ക്, ഒരു പട്ടിയെ പൂച്ചയൊക്കെ കൊണ്ട് കളയുന്ന മാതിരിയാണ്
ഇവർ തൊഴിലാളികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ആരെങ്കിലും സ്ഥാപനം ലാഭകരമല്ലെങ്കിൽ വയബിൾ അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുന്നതിനോ തൊഴിലാളികളെ കുറയ്ക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ അതിനൊക്കെ നിയതമായ ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും വേണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം സിജുവിനോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു ജീവനക്കാരൻ കോറോ ഹെൽത്ത് ആവട്ടെ ഏത് കമ്പനി ആവട്ടെ അവിടെ നിന്ന് രാജിവെച്ച് പോകണം, വേറൊരു കാര്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ അയാൾ 3 months നോട്ടീസ് പീരീഡിലായിരിക്കും മിനിമമാണ് ഞാൻ പറഞ്ഞത്. അത് 6 മാസവും അതിൽ കൂടുതലൊക്കെ നോട്ടീസ് പീരീഡുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ നോട്ടീസ് പീരീഡ് കൂടി അയാൾ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അയാൾക്ക് അവിടെ നിന്ന് റിലീവിങ് ഓർഡർ കിട്ടുക. അതിന് മുമ്പ് അയാൾക്ക് റിലീവിങ് ഓർഡർ കിട്ടണമെങ്കിൽ മിക്ക കമ്പനികളും ചെയ്യുന്ന എന്താ, ഒന്നില്ലെങ്കിൽ ഈ 3 മാസത്തെ സാലറി അവർ തിരിച്ചടയ്ക്കണം. ചില കമ്പനികളിൽ ഞാൻ കേട്ടിട്ടുള്ള 1 വർഷത്തെ സാലറി വരെയും പിടിച്ച് വാങ്ങിച്ച സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ 3 മാസം തൊഴിലാളി പിരിഞ്ഞു പോകണമെങ്കിൽ, ജീവനക്കാരൻ പിരിഞ്ഞു പോകണമെങ്കിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കേവലം ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് നാളെ മുതൽ വരണ്ടെന്നൊരു മുതലാളിക്ക് പറയാൻ കഴിയുന്നത്? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ധിക്കാരപരമായ സമീപനം, അവിടെയാണ് പ്രശ്നം. ഇത് നമ്മളാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ല സംസാരിക്കുന്നത്. കോമ്പറ്റിറ്റീവ് വേൾഡാണ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ കോറോ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുക, ആരെയാണ് അവർ വകവയ്ക്കുന്നത്? അവിടെ അവർ കാണിച്ചത് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടും നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ലേബർ മിനിസ്റ്റർ അടക്കം പങ്കെടുക്കുന്ന യോഗത്തോട് അവർ നിസ്സഹകരിക്കുന്ന സ്ഥിതി വന്നു. അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 20-ാം തീയതി സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങളോ ഒന്നും ഇനി മിനിമം ലേബർ കോഡില്ലാത്ത വ്യവസ്ഥകൾ പോലും ഇവർക്ക് ബാധകമല്ലേ? ഇവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരവും ധിക്കാരവും അഹങ്കാരവും ആരാണ് കൊടുക്കുന്നത്? അത് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ് അതാണ് ഈ ചോദ്യം. ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രസക്തം. ആരാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നതെന്നുള്ള ചോദ്യം അത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്യേണ്ടതും. താങ്കളിലേക്ക് വീണ്ടും ചർച്ചയിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ ടാൽഡ്രോപ്പ് കമ്പനിയിലെ ജീവനക്കാരനും ഡെവലപ്പറുമായ ശ്രീ അഭിനന്ദ് PN കൂടി നമുക്ക് ചേരും. ശ്രീ അഭിനന്ദ്, ഇപ്പോൾ അഭിനന്ദിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ദീപക്, ഈ നേരത്തെ നമ്മുടെ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ എങ്ങനെയാണ് ഈ കമ്പനികൾക്ക് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായി ഒരൊറ്റ മെഗാഫോൺ പറച്ചിലൂടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയുന്നത്? ന്യായങ്ങൾ പലതുണ്ടാകാം, കാലത്തെക്കുറിച്ച് പറയാം. പക്ഷേ അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനൊരു നിയമ സംവിധാനം നോക്കുകുത്തിയാകുന്ന ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവിടെ ഇല്ലേ? അതല്ലേ പ്രധാന പ്രശ്നം? അതായത് നേരത്തെ മറ്റൊരാൾ സംസാരിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ലേബർ കോഡ് വന്നതായിരിക്കണം ഈ പുതിയ കമ്പനികൾക്കെല്ലാം ഇത്തരത്തിലൊരു ദിവസം മുൻകൂർ നോട്ടീസൊന്നും കൊടുക്കാതെ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്. ഇപ്പം 2020 കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഒരു 4 ലേബർ കോഡ് വരുന്നത്. അതിൽ IR കോഡ് എന്ന് വിളിക്കുന്ന കോഡിൻ്റെ 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്ററിലാണ് ഈ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത്. അതിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ 100 തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് മുൻകൂർ അനുവാദം വേണ്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ 300 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരുടെ പിരിച്ചുവിടാൻ കഴിയില്ല. അവരെ 300 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രം, അതിന് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന്റെ അനുവാദം വാങ്ങിക്കേണ്ടതുള്ളൂ. കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ലേബർ കോഡ് നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ കേരളം ലേബർ കോഡ് നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജസ്റ്റിസ് ഗോപാൽ ഗൗഡ കമ്മിറ്റിയെ നിയമിക്കുകയും അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇനി കേരളത്തിലെ ഈ ലേബർ കോഡിലെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിലവിലുള്ളത് 1964 ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ്. ആ ആക്ട് പ്രകാരം തൊഴിലാളികളെ ഇങ്ങനെ ഒരു മുൻകൂർ നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിടാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അവർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. ഈ കമ്പനികളെല്ലാം ഇപ്പൊ കോറോ ഹെൽത്തിന്റെ
മാനേജ്മെന്റ് ഇവർ ആണെന്ന് ചിലർ പറയുന്നു, ചിലർ അവർക്ക് കമ്പനി നഷ്ടത്തിലാണെന്ന് പറയുന്നു. പക്ഷെ ഈ കമ്പനിയുടെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2025 ഏതാണ്ട് 24,000 കോടി രൂപയുടെ റവന്യൂ ഈ കമ്പനി നേടിയിട്ടുണ്ട്. ആ ഇന്ത്യയിലെ ഇവരുടെ ഓഫീസ് 2019 ആരംഭിച്ചിട്ടുള്ള ഇവരുടെ ഓഫീസ് ഏതാണ്ട് 500 കോടി കഴിഞ്ഞ വർഷവും ഇവർക്ക് വരുമാനമുണ്ട്. അപ്പോൾ ഇത്രയേറെ വരുമാനമുള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് തൊഴിലാളികളെ വെൽക്കുന്നത് നഷ്ടമാണ് എന്ന രൂപത്തിൽ പറഞ്ഞ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത്. ഇത് നേരത്തെ മുമ്പ് സംസാരിച്ചവർ ആൾ പറഞ്ഞതുപോലെ ഒരു വൻകിട ലാഭം വരുന്നു, അതുകൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ടാൽ എല്ലാവരും അംഗീകരിക്കും എന്ന് ഒരു വ്യാജ പ്രചരണം നടത്തി തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ്. നമുക്കറിയാം വരുന്നതോടുകൂടി IT മേഖലയിൽ, ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാളാണ്, കമ്പ്യൂട്ടർ സിമുലേഷൻ മെക്കാനിക്കൽ സിമുലേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ അടക്കം AI സ്വാധീനമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കോഡിംഗ് രംഗത്തെല്ലാം വരുന്നതോടുകൂടി കോഡിംഗ് പൂർണ്ണമായും ക്ലോഡ് പോലുള്ള AI ടൂളുകൾ എടുക്കുന്ന പശ്ചാത്തലത്തിൽ പല IT ഭീമന്മാരും നിലവിൽ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കമ്പനികളെല്ലാം തന്നെ AI വന്നതുകൊണ്ട് ഈ കമ്പനിയുടെ ലാഭത്തിൽ എന്തെങ്കിലും ഇടിവുണ്ടായി നമ്മളാരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വൻ ലാഭങ്ങൾ ഈ കമ്പനിയെല്ലാം കൊയ്യുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു പങ്ക് തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം മാസങ്ങൾക്ക് മുമ്പാണ് കൊറിയയിലെ സാംസങ് ഇലക്ട്രോണിക് കമ്പനിയിലെ വർക്കേഴ്സ് വലിയ സമരം നടത്തിയത്. അവർ സമരം നടത്തിയതിന്റെ അടിസ്ഥാനം 18 ദിവസം അവർ സ്ട്രൈക്ക് നടത്തി, ആ സമരം വിജയിച്ചു. അതിന് അവരുടെ മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ സാംസങ് ഇലക്ട്രോണിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി ഈ AI വന്നതോടുകൂടി ചിപ്പ് നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഏതാണ്ട് ആ കമ്പനിയുടെ വരുമാനത്തിൽ ഏതാണ്ട് 750% വർധനവ്, ഏതാണ്ട് 750% ഇൻക്രിമെന്റ് അവരുടെ വരുമാനത്തിലുണ്ടായി. പക്ഷേ അതിന്റെ എന്തെങ്കിലും ആനുകൂല്യം ആ തൊഴിലാളികൾക്ക് കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇപ്പോൾ AI വരുന്നു, തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്ന്, അതുകൊണ്ടാണ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിക്കാർ AI മൂലമുണ്ടാകുന്ന ലാഭം അതിന്റെ മേൽക്കൈ കൊണ്ട് അതിന്റെ ആനുകൂല്യം പിൻപറ്റി ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ അതിന്റെ ആനുകൂല്യം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഇല്ല. പക്ഷേ ഈ തൊഴിലാളികൾ സമരം ചെയ്തതിന്റെ ഭാഗമായി വലിയ അഡീഷണൽ ബോണസും ഏതാണ്ട് 6% സാലറി ഇൻക്രിമെന്റും കൊടുത്തൊരു വാർത്ത ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതുകൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്ന് ന്യായം പറയുന്ന കമ്പനികൾ മനസ്സിലാക്കേണ്ടത്, അതേ സമയം തന്നെ തൊഴിലാളികൾ AI വരവോടുകൂടി ഉണ്ടാകുന്ന ലാഭത്തിന്റെ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ AI വരുമ്പോൾ നമ്മളൊരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പഴയ ടെക്നോളജി മാറി പുതിയ ടെക്നോളജി വരുമ്പോൾ പല ജോലികളും ഇല്ലാതാവും. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ടൈപ്പ് റൈറ്റിംഗ് ഇല്ലാതായി. ദീപക്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AI വരുമ്പോഴും അവരുടെ ലാഭത്തിൽ കൂടുന്നു അല്ലാതെ കുറയുന്നില്ല. അത് വീതിച്ചു കൊടുക്കാൻ അതിൽ ലോകത്തെമ്പാടും മുതലാളിത്തം ആ രീതിയാണ് പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്, അതങ്ങനെയാണ് തുടരുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടാൽറോപ്പ് കമ്പനിയിലെ ജീവനക്കാരനും ഡെവലപ്പറുമായ അഭിനന്ദ് കൂടി ചേർന്നു. അഭിനന്ദ്, എന്താണ് ഈ ടാൽറോപ്പ് കമ്പനിയിൽ നടന്നത്? എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അവർ ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരൻ നിക്ഷേപം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് തൊഴിലാളികളാക്കി നിങ്ങളെ അടക്കം നിയമിക്കുകയും ചെയ്തതാണ് മനസ്സിലാക്കി. എന്താണെന്ന് നടന്നത്? എന്ത് കാരണം പറഞ്ഞാണ് അവർ ഈ എല്ലാവരെയും പിരിച്ചുവിടുന്നത്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞത്, എന്റെ പേഴ്സണലി പറയണമെങ്കിൽ ഞാൻ ഇവിടെ 1.5 വർഷം മുന്നേ ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ടാൽറോപ്പ് എന്ന ഒരു പേരന്റ് കമ്പനി എന്ന രീതിക്ക് നമ്മൾ ടാൽറോപ്പിന്റെ എംപ്ലോയീസ് ആയിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്, എല്ലാ ആൾക്കാരും, ഞാനടക്കം. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഈ ടാൽറോപ്പ് എന്താക്കിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. IT ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ തുടങ്ങി HR ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, സബ് ഡിപ്പാർട്ട്മെന്റുകൾ, സബ് കമ്പനീസ് ആയിട്ട് അവരെന്താക്കുന്നു, ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് റീബിൽഡ് ചെയ്യുന്നു. ഈ സ്റ്റാർട്ടപ്പുകളായിട്ട് റീബിൽഡ് ചെയ്യുന്ന ശേഷം എന്താക്കുന്നു, ഈ സ്റ്റാർട്ടപ്പിലേക്കെല്ലാം ഞങ്ങളെ IT ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരൊക്കെ IT ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടപ്പിലേക്ക് അവർ റീജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഞാൻ എന്താക്കുന്നു, 6 മാസത്തിന് ശേഷം ഈ ഒരു റൈബോസ് പറഞ്ഞ ഒരു പ്രൈവറ്റ്, ഇതുപോലെ തന്നെ ടാൽറോപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഫേമിലേക്ക് ഞങ്ങൾ എല്ലാവരും റീജോയിൻ ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഈ ഇത്ര കാലം വർക്ക് ചെയ്തത് പിന്നെ എന്താണ് ഈ പറഞ്ഞ IT ഡിപ്പാർട്ട്മെന്റ് മൊത്തം വർക്ക് ചെയ്തത് റൈബോസ് പറഞ്ഞ ഒരു ടെക്നോളജിയുടെ പേരിൽ വേറെ തന്നെയാണ്. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്തതിനു ശേഷം ഫസ്റ്റ് മന്ത് അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് സാലറി തരാറുണ്ടായിരുന്നു. ഫസ്റ്റ് മന്ത് എല്ലാ എംപ്ലോയീസിനും പ്രോപ്പർ ആയിട്ട് സാലറി കൊടുക്കുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ജോയിൻ ചെയ്തത് ജനുവരി ആണെങ്കിൽ, പിന്നെ ജനുവരി കഴിഞ്ഞു
ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഒന്നും സാലറി നിങ്ങൾക്ക് തരുന്നില്ല. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഒരു മാസം സാലറി തരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നു. ഞങ്ങൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അവർ സാലറി ഞങ്ങൾക്ക് തരാൻ നിർബന്ധനാകുന്നില്ല. ആ ഒരു സമയത്താണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അവരുടെ എന്ത് നടക്കുന്നത്, സ്റ്റാർ ഗ്രൂപ്പിന്റെ ഒരു ആനിവേഴ്സറി നടക്കുന്നത്. ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം, നമുക്ക് ഇത്രയും 3-4 മാസം സാലറി പെൻഡിങ് ആണ്, സാലറി വേണമെന്നുള്ള റിക്വസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ നിർബന്ധം പറ്റൂല എന്ന് പറയുന്നു. അപ്പോൾ ഇവരെന്താക്കുന്നു, വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ഇവരവിടെ വലിയൊരു കൊച്ചിയിൽ വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജില്ലകളിൽ നിന്നും 10-46 ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ എത്തിക്കാനുള്ള വലിയൊരു എമൗണ്ട് നടത്തിയിട്ട് വലിയൊരു പ്രോഗ്രാം നടത്തുന്നു. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അവർ പറഞ്ഞത്, അവസാന നിമിഷത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് 1 മാസം സാലറി എങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കും ഈ ഒരു ഇതിന്റെ പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേ തന്നെ. പക്ഷെ 1 രൂപ പോലും മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ല സത്യം. അഭിനന്ദ്, ഈ അത് ജീവനക്കാരിൽ കഴിഞ്ഞിട്ട് നിന്ന് ഇപ്പൊ ജീവനക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. അത് നേരത്തെ തന്നെ നമ്മുടെ ബുള്ളറ്റിനിൽ പ്രതികരിച്ച ഒരു വനിതാ ജീവനക്കാരി പറഞ്ഞു 1 ലക്ഷം രൂപ അതെ അതെ നിക്ഷേപമായി കൊടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ കൊടുക്കേണ്ടി വന്നു എല്ലാ ഓക്കെ, ജീവനക്കാരും? അതിലേക്ക് വരാം. ഇപ്പൊ ഓക്കെ, അങ്ങനെ എല്ലാ ജീവനക്കാരും കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ഡെവലപ്പേഴ്സ് എന്ന രീതിക്ക് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് അപ്രോച്ച് വന്നിട്ടില്ല. പക്ഷെ HR ഡിപ്പാർട്ട്മെന്റ് സൈഡിലും അഡ്മിനിസ്ട്രേഷൻ സൈഡിലും അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സൈഡിലാണ് ഈ പറഞ്ഞതുപോലെ നിർബന്ധരായിട്ട് നിങ്ങൾ സാലറി ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ, ഷെയർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾ സാലറി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഇതിലേക്ക് സാലറി കിട്ടുള്ളൂ എന്ന രീതിക്ക് അവർ നിർബന്ധമായത്. അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്. ശരി, അഭിനന്ദിലേക്ക് തിരികെ. ഇപ്പോൾ മിഥുൻ വിജയകുമാർ കൂടി നമുക്ക് വിചാരിക്കാം. മിഥുൻ, ഈ നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന ഏത് സാമ്പത്തിക അവസ്ഥകളും ആദ്യം ബാധിക്കുന്നത് IT മേഖലയെ തന്നെയാണ്. അന്താരാഷ്ട്ര വിഷയങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെയാണ് രാജ്യത്തെ സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങളും ആദ്യം അതിൻ്റെ പരീക്ഷണ വസ്തുവായി തീരുന്ന ഇപ്പോൾ IT മേഖലയാണെന്ന് പറയാം. സ്വാഭാവികമായും ഈ കോറോ ഹെൽത്തിലെ നേരത്തെ ദീപക് പച്ച പറഞ്ഞതുപോലെ തന്നെ 24,000 കോടിയുടെ റവന്യൂ ഉള്ള ഒരു കമ്പനിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു മെഗാഫോൺ, ഒരു അറിയിപ്പിലൂടെ തന്നെ 800 ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. അങ്ങനെ പിരിച്ചുവിടാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് നേരത്തെ ജോർജ് ജോസഫ് ചോദിച്ച ചോദ്യം. അതിന് സ്വാഭാവികമായും രാജ്യത്തെ നിയമം, ലേബർ കോഡ് വന്നു. 300 ജീവനക്കാരെ, നേരത്തെ 100 എന്നുള്ളത് 300 ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങളെ പിരിച്ചുവിടാം, നിർബാധം പിരിച്ചുവിടാം. ജീവനക്കാരൻ 3 മാസത്തെ നോട്ടീസ് നൽകണം, കമ്പനിക്ക് പിരിച്ചുവിടാൻ 1 മണിക്കൂർ പോലും വേണ്ട. അങ്ങനെ എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. മിഥുൻ, എംപ്ലോയീസിന് നേരെയുള്ള ചില കമ്പനികളുടെ പെരുമാറ്റം, എല്ലാ കമ്പനികളുടെയും ഞാൻ പറയില്ല, ചില കമ്പനികളുടെ പെരുമാറ്റം, അതിന് ഒരു ലീഗൽ ഷീൽഡായിട്ട് നിയമം മാറിയിട്ടുണ്ടാകും. പക്ഷെ അതേസമയം നമ്മൾ അതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, പണ്ട് 100 വർക്ക്, അതായത് ഈ 100 വർക്കേഴ്സ് എന്ന ത്രെഷോൾഡ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിപ്പോ 300 കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ SBI റിസർച്ച് പോലുള്ള സ്ഥാപനങ്ങളുടെ റിസർച്ച് അനുസരിച്ച് അത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ടത്തെ കമ്പനികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പം അവർക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവര് എന്താ പറയുക, ഇപ്പൊ ഈ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ തന്നെ അവരുടെ വർക്ക് ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ടായിരുന്നു അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അവർക്ക് ഉണ്ടാക്കിയിരുന്ന പല തരത്തിലുള്ള ഡിഫിക്കൽട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് വർക്ക് ഫോഴ്സിനെ കൂട്ടാനുള്ള ഒരു അവസരം കൂടെ കമ്പനികൾക്കുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ എന്താ പറയാ, മാസീവ് ഹയറിങ്സ് നടത്താൻ പറ്റും. പക്ഷെ അതേപോലെ തന്നെ മാസീവ് ഫയറിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, അതില്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിന്റെ 2 ഭാഗങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബെനിഫിറ്റ്സ് ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് വലിയ രീതിയിലുള്ള അതിന് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ രണ്ടും നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് തന്നെ പോകണം. സോ ഇതിനെ പൂർണ്ണമായി പരിഹരിക്കുന്ന ഒരു നിയമമായിരിക്കണം ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഗവൺമെന്റ് ഇതിലേക്ക് തീർച്ചയായിട്ടും നോക്കേണ്ടത് തന്നെ ഉണ്ട്. കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു കൂടുതൽ ലേബർ സെക്യൂരിറ്റി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ AI ഒരു സെക്യൂരിറ്റി ഷീൽഡ് എടുത്തുകൊണ്ട് എന്താ പറയുക, AI ഇന്റർവെൻഷനിലൂടെ പല ജോലികളും നഷ്ടപ്പെട്ടു, പല ജോലികളും ഇല്ലാതാകുന്നു എന്ന ചില ഒരു മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് പല കമ്പനികളും ലേ ഓഫ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, എംപ്ലോയർ പ്ലസ് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിയമമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും പുതിയ നിയമം കൊണ്ട് വലിയ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഡാറ്റ അനുസരിച്ച് 77 ലക്ഷത്തോളം അഡീഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഡാറ്റ പറയുന്നത്. അപ്പോൾ അതിന്റെ 2 വശവും പരിശോധിച്ച് എംപ്ലോയിക്കും. അതല്ല മിഥുൻ, ഈ ഒരു പ്രശ്നം എന്താണ്, ഈ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ IT മേഖല കോറോ ഹെൽത്തിലടക്കം 10-11 വർഷം വരെ ജോലിയെടുത്തവരാണ്.
അവരെ പെട്ടെന്ന് പിരിച്ചുവിടുകയാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ കൂടുതൽ എംപ്ലോയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ പ്രശ്നമല്ലേ? കാരണം ഈ നിലവിലുള്ള തൊഴിലാളികളെ ഒരു ജീവിതകാലം മൊത്തം 10-15 വർഷം വരെ അധ്വാനിച്ചവരെ വളരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു മൈക്രോഫോണിലൂടെ ഒരു മെഗാഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ നീതീകരിക്കാനും എത്ര തൊഴിൽ സാധ്യത കൂട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിയും? അതാണ് ചോദ്യം. തീർച്ചയായും അതിനൊരു സെന്റിമെന്റൽ ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പണ്ടത്തെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ വന്ന സമയത്തുണ്ടായ ഒരു ചേഞ്ച് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ ഗ്രാജുവൽ ആയിരുന്നു. അവിടെ ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ വർക്ക് ഫോഴ്സ് അട്രീഷൻ ഉണ്ടായെങ്കിൽ പോലും അതിനെ എഡ്യൂക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ്സിലൂടെ തന്നെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ എന്താ പറയുക, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ വന്ന സമയത്തെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മൾ എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ അത് 10x 100x ഒന്നുമല്ല, ഒരു 1000 ആണ്. നമ്മൾ 3 മാസം കഴിഞ്ഞാൽ കാണുന്ന ചേഞ്ച് വളരെ വലുതാണ്. അപ്പൊ അതാണ് AI കൊണ്ടുവന്ന ചേഞ്ച്. അപ്പൊ അതിനോട് അഡാപ്റ്റ് ആവാൻ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ മറ്റ് പല ആസ്പെക്ട്സിലും നമുക്ക് അതിനോട് അഡാപ്റ്റ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ലേ ഓഫ്സ് അവിടെ നടക്കുന്നു. പക്ഷെ ഇനിയിപ്പോ ഒരു കമ്പനി അങ്ങനെ ലേ ഓഫ് ചെയ്യുന്നില്ല. അവർ ഒരു സെന്റിമെന്റൽ ആസ്പെക്ടിൽ അവരുടെ പഴയ എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അവര് കോമ്പറ്റീഷൻ അവർ വളരെ പിന്തള്ളപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ 2 വശമുണ്ട്. അപ്പൊ ഇതിന്റെ ഏത് വശമാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? ഒരു ഭാഗത്ത് ആ കമ്പനി നശിച്ചുകൊണ്ട് ഒരു പക്ഷേ എംപ്ലോയീസിനെ അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അല്ല എങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്സ്കെയിലിംഗ് പ്രോസസ്സിന് ഇപ്പൊ അവർ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു ഗ്രാജുവൽ ടൈം എടുത്തുകൊണ്ട് ഒരു അപ്സ്കെയിലിംഗ് പ്രോസസ്സുകൾ പോവുകയാണ്. ഈ പറഞ്ഞ പഴയ ആളുകൾ പുതിയ രീതിയിലേക്ക് അഡാപ്റ്റ് ആവാൻ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരു പക്ഷെ അവരെ എന്താ പറയുക ഒരുപാട് പിന്നോട്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ശരിയും തെറ്റും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്നു. അപ്പൊ ഈ ഒരു റാപ്പിഡ് ചേഞ്ചുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലുള്ള എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങൾ, പക്ഷെ അതേ സമയത്ത് എംപ്ലോയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളും വേണം. കാരണം ഇൻഡസ്ട്രീസ് തകരുന്നു അല്ലെങ്കിൽ കമ്പനീസിന് എന്താ പറയുക ഈ ഒരു സ്പീഡായിട്ട് പേസ് ചെയ്യാൻ ഈ ഒരു സ്പീഡായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള കൊളാപ്സ് മറുഭാഗത്തുണ്ടാവും. അപ്പൊ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നിയമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ താങ്കൾ കേട്ടിട്ടുണ്ടാകണം, മിഥുൻ വിജയകുമാർ പറഞ്ഞതാണ്. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ ലേബർ കോഡ് തുറന്നിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി കാണണം എന്നാണ് മിഥുൻ വിജയകുമാർ പറയുകയും ചെയ്തത്. ഒരുപക്ഷെ വലിയൊരു വിഭാഗം ആളുകൾക്ക് അത്തരത്തിലുള്ള അഭിപ്രായമുണ്ട് താനും. എങ്ങനെയാണ് ഈ തൊഴിൽ സാധ്യതകൾ തുറന്നിടുമ്പോഴും വലിയൊരു വിഭാഗത്തിനെ അരക്ഷിതരാക്കുന്നത്? അതല്ലേ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത്? സിജു, ആ വാദത്തിനകത്ത് കാര്യമായിട്ടൊരു കഴമ്പില്ലാത്ത വാദമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. സ്വകാര്യ മേഖല വരുന്നതോടുകൂടി അല്ലെങ്കിൽ ആ മേഖല കമ്പനികൾ വരുന്നു, ഇവിടെയൊക്കെ തൊഴിലവസരങ്ങൾ ആയിരക്കണക്കിന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു വാദം പൊതുവെ ഉന്നയിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എന്താണ്? ആ എംപ്ലോയ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എന്താ? ആ എംപ്ലോയ്മെൻറ്റിനകത്ത് സാലറി കൊടുക്കാതെ, ഇപ്പോൾ ഇവിടെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു ഈ ടാൽകോം കമ്പനിയിൽ സാലറി കിട്ടാനായിട്ട് എത്ര നാളായി? 10 മാസം 11 മാസത്തിലധികം സാലറി കിട്ടാത്ത ജീവനക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കുക, ഈ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സിജുവൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം, മലയാളിയായ ഒരു പെൺകുട്ടി മരിച്ചൊരു സാഹചര്യം, കൊച്ചിക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി ജോലി ഭാരത്തിൻ്റെ അമിതഭാരം മൂലം ഹൃദയാഘാതം വന്ന് മരിച്ചിട്ടുള്ള സാഹചര്യം നമ്മൾ ഓർക്കണ്ടേ? എത്രയോ ആളുകളാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സാധനം IT മേഖലയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികളിലോ ഉണ്ടോ? ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റൈറ്റ് ടു ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആരാണ് അതിനെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്? കുറച്ച് നാൾ മുമ്പ് L&Tയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു പ്രസ്താവന നമ്മൾ ആലോചിക്കണം, ഞായറാഴ്ച കൂടി നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ വീട്ടിലിരുന്ന് എന്തിനാ ഭാര്യയായിട്ട് തല്ലുപിടിക്കാനിരിക്കുന്നത്, ഞായറാഴ്ച കൂടെ വന്ന് ജോലി ചെയ്താൽ എന്താണ്? അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് 48 മണിക്കൂർ എന്ന് പറയുന്ന ആഴ്ചയിൽ വളരെ വലിയ തോതിൽ 72 മണിക്കൂറൊക്കെ ആയിട്ട് ഉയർത്തണം എന്നുള്ള ആവശ്യം ഈ ഇൻഫോസിസിൻ്റെ മുൻപത്തെ തലവൻ നാരായണമൂർത്തി ഉന്നയിച്ചത് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ തൊഴിലാളികൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജീവിതം വേണ്ടേ? അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചൂഷണത്തിന് നിന്ന് കൊടുക്കാം എന്നാണോ അതിൻ്റെ അർത്ഥം? അവർ മരിച്ചു വീഴണമെന്നാണോ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു തൊഴിലവസരത്തിൻ്റെ ആവശ്യം എന്താണ്? ഒരാൾ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല,
റൈറ്റ് ഡിസ്കണക്റ്റിൻ്റെ പ്രശ്നം രാത്രിയായാലും 12 മണിയായാലും വിളിച്ച് 2 മണിയായാലും വിളിച്ച് ആ ജോലി ചെയ്യൂ, ഈ ജോലി ചെയ്യൂ, നിങ്ങൾ ടാർഗറ്റ് പൂർത്തീകരിക്കൂ, അച്ചീവ് ചെയ്യൂ, നിങ്ങൾക്ക് അതിൽ. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികൾ അങ്ങോട്ട് പോകാത്ത എന്താ? ലേബർ നിയമങ്ങൾ കർക്കശമായ രാജ്യങ്ങളിലേക്ക് ഇവർ പോകുന്നില്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഇത് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചീപ്പ് ലേബർ കിട്ടുന്ന തൊഴിലാളികളെ പന്ത് തട്ടുന്നത് പോലെ ജീവനക്കാരെ തട്ടിക്കളിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലേക്കാണ് ഇവർ വരുന്നത്. അതൊരു തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യലല്ല, മാന്യമായി ജീവിക്കാൻ കഴിയുന്ന വർക്ക് ലൈഫ് ബാലൻസ്, ജീവിക്കാനും ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയുന്ന ബാലൻസിങ് ആയിട്ടൊരു സിറ്റുവേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തെ നമ്മൾ എന്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. ആ ന്യായീകരണത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലേബർ മാർക്കറ്റിനെ നിഷ്കരണം ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ ആളുകളെ 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഒക്കെ നിസ്സാര ജോലിക്ക് വേണ്ടി എത്രയോ ആളുകൾ സിജു കൈരളിൽ തന്നെ വാർത്ത കൊടുത്തിട്ട് നമുക്കറിയാം. ഈ വലിയ വൻകിട IT മേഖലയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് മത്തങ്ങ കൃഷി ചെയ്യാനും പച്ചക്കറി കൃഷി ചെയ്യാനും തണ്ണിമത്തം കൃഷി ചെയ്യാനും പോയിട്ടില്ല എത്ര യുവാക്കളുടെ കഥകൾ നമ്മൾ ഈ ചാനലുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ 60,000 70,000 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എന്തിനാ ഇങ്ങനെ വരുന്നത്? അപ്പം ജീവിതത്തിനൊരു അർത്ഥമില്ലാതെ ആവുകയാണ്. ചുമ്മാ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ലേബർ കോഡ് 12 മണിക്കൂർ ആക്കിയല്ലോ നിയമപ്രകാരം. അവിടെ നിൽക്കുന്നില്ല, 15 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് നമ്മൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ സിജു മനസ്സിലാക്കണം, ഇതിന് അനുബന്ധമായൊരു വിദ്യാഭ്യാസ മേഖല സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മുൻനിര സ്കൂളുകൾ എടുക്കുക, CBSE സിലബസിൽ അതുപോലെയുള്ളതിലൊക്കെ തൊഴിലടിമകളെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അവിടെ അവരെ പഠിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം, ഇത്ര മണിക്കൂർ പഠിക്കണം, ഇരുന്നോളണം, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, അച്ചടക്കം വേണം, നേരെ പോകണം, യൂണിഫോം ധരിക്കണം, ഷൂ ഉണ്ടാവണം, ടൈ ഉണ്ടാവണം. ഇതൊക്കെ പറഞ്ഞ് ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ അടിമകളായി ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് ഇന്ന് LKG ക്ലാസ് മുതൽ വരികയാണ്. സിസ്റ്റം ആഗോളതലത്തിൽ തന്നെ മുതലാളിത്തത്തിന്റെ വികസനത്തിന് വേണ്ടി ഡെവലപ്പ് വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുക്കുന്നു. അത് തന്നെയാണല്ലോ ശ്രീ ദീപക്. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു മറ്റു മേഖലകളിൽ ട്രേഡ് യൂണിയൻ ശക്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ നീതി നിഷേധം, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ വളരെ കൃത്യമായി ഇടപെടുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട്. ഇപ്പോഴും വളരെ ചെറിയ തോതിലെങ്കിലും IT മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ ആയി വരുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും മറ്റേതോ, അതായത് IT മേഖല എന്ന് പറഞ്ഞാൽ മറ്റേതോ ലോകമാണ്, മറ്റേതോ ശ്രേണിയാണെന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചൂഷണം ചെയ്യുകയാണ് ഈ കോർപ്പറേറ്റ് മുതലാളിമാർ, ഈ കമ്പനി ഉടമകൾ. അതിനെതിരെ ഒരു സമരം നയിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വാർത്തകൾ. ഒരുപക്ഷെ ജോർജ് ജോസഫ് കൂട്ടിച്ചേർക്കുന്നത് പോലെ തന്നെ, അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് അനുഗുണമാക്കി ഉണ്ടാക്കിയെടുക്കുന്നു, അതിനനുസരിച്ച് പരുവപ്പെടുന്നു. ആ പരുവപ്പെടലിൽ മയങ്ങി നിൽക്കുന്നുണ്ട് IT ജീവനക്കാരും. അതായത് നിലവിൽ കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം IT തൊഴിലാളികളാണുള്ളത്. പ്രത്യക്ഷത്തിൽ IT മേഖലയിൽ കേരളത്തിൽ ഒരു തൊഴിലാളി യൂണിയൻ ഇല്ല. പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ വളരെ ശക്തമായ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കർണാടക IT എംപ്ലോയീസിന്റെ യൂണിയൻ ഉണ്ട്. അവിടെ വളരെ ശക്തമായി ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ അവിടുത്തെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് IT മേഖലയിലെ തൊഴിൽ സമയം ഏതാണ്ട് ദിവസം 12 മണിക്കൂർ പണിയെടുക്കാം എന്നാക്കിയൊരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ IT യൂണിയന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് IT ജീവനക്കാർ അണിനിരന്ന് വലിയ സമരം നടത്തുകയും അത് പിന്നീട് അവിടുത്തെ കോൺഗ്രസ് സർക്കാരിന് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബില്ല് കൊണ്ടുവന്നതിന്റെ ഒരു മുൻകൂർ എന്ന നിലയിലാണ് ഇൻഫോസിസിന്റെ ചെയർമാനായിരുന്ന നാരായണമൂർത്തി അത്തരത്തിൽ 90 മണിക്കൂർ ആഴ്ചയിൽ പണിയെടുക്കണമെന്നൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ ഈ IT രംഗത്തുള്ള യൂണിയന്റെ അല്ലെങ്കിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ അവർ ഒരു തൊഴിലാളികൾ, ഞങ്ങൾ തൊഴിലാളികളല്ല, തൊഴിലാളികൾ കൂടിയ പ്രൊഫഷണലുകളാണ് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അത് മാറ്റിവെച്ച് സംഘടിച്ച് ഇത്തരം മേഖലകൾ, ഇത്തരം തൊഴിൽ നിഷേധത്തിനെതിരെ, തൊഴിൽ ചൂഷണത്തിനെതിരെ ശബ്ദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ ചൂഷണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. ഈ ഒരു ഇപ്പോൾ AI പശ്ചാത്തലത്തിൽ തന്നെ നടക്കുന്ന ഒരു തൊഴിൽ ചൂഷണത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ആഗോളതലത്തിലുള്ള ജിയോ പൊളിറ്റിക്സ് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ടെക്നോളജി, നമ്മൾ പറയുന്ന വലിയ
AI കമ്പനികളെല്ലാം അതിന്റെ സാങ്കേതിക വിദ്യ മുഴുവൻ കൈയടച്ച് വെച്ചിരിക്കുന്നത് വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇതിന്റെ ഏറ്റവും താഴേക്കടയിലുള്ള അങ്ങേയറ്റം ലേബർ ഇന്റൻസീവായ തൊഴിലുകൾ എടുക്കുന്നതാണ് ഈ മൂന്നാം ലോക, ഇന്ത്യ പോലുള്ള, ആഫ്രിക്ക പോലുള്ള, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇപ്പോ 2 വർഷം മുമ്പാണ് സൊമാസോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരെ, സൊമാസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ലേബലിംഗ് കമ്പനിയാണ്. ഇപ്പൊ ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത് AI ടൂളുകൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഈ ഡാറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന കമ്പനിയാണ് ഈ സൊമാസോഴ്സ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിക്കെതിരെ കെനിയയിലെ നെയ്റോബിയിലെ തൊഴിലാളികൾ ഒരു പരാതി കൊടുത്തു. അതിന്റെ പ്രധാനപ്പെട്ട പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ ലേബലിംഗും അനോട്ടേഷനും ഒക്കെ നടക്കുമ്പോൾ ഇവർ അതിക്രൂരമായ, മനുഷ്യരെ തലവെട്ടുന്ന, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന, കൊലപാതകം നടത്തുന്ന, വലിയ കാർ ആക്സിഡന്റ് നടക്കുന്ന ഇത്തരം വീഡിയോകളെല്ലാം കൃത്യമായി കണ്ട് അതിനെ ലേബൽ ചെയ്യണം. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നിരക്കാത്തതാണ്. ഇത്തരം വീഡിയോ കണ്ടന്റുകൾ കാണുന്നത് വഴി ഈ തൊഴിലാളികൾക്ക് PTSD എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന രോഗം വരികയാണ്. അപ്പോൾ ഈ 144 വരുന്ന തൊഴിലാളികൾ ഈ സൊമാസോഴ്സ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. ഈ സൊമാസോഴ്സ് എന്ന് പറയുന്നത് മെറ്റയ്ക്ക് വേണ്ടി, നമ്മുടെ ഫേസ്ബുക്കിന്റെ സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേപ്പിന്റെ ഉടമസ്ഥതയുള്ള മെറ്റയ്ക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നാണ് മെറ്റ എന്ന് പറയുന്നത്. പക്ഷെ ആ മെറ്റയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തൊഴിലെടുക്കുന്നത് ഈ ആഫ്രിക്കയിലെ നെയ്റോബിയിലെയും അല്ലെങ്കിൽ ഘാനയിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെയും ഒക്കെയുള്ള ഏറ്റവും മോശം ജീവിത സാഹചര്യങ്ങളുള്ള, 1 മണിക്കൂർ അധ്വാനിച്ചാൽ $1.5 മറ്റോ ആണ് ഈ നെയ്റോബിയിലെ തൊഴിലാളികൾ.